2 ദിവസത്തിന് ശേഷം ഡെൽമയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതായിരുന്നു അശ്വിൻ. ആ സമയം മുറ്റത്തെ ചെടികൾക്ക് വെള്ളം ഒഴുക്കിയാണ് ജെനി. ഗേറ്റും തുറന്നു വരുന്ന ആളെ കണ്ടതും ജെനിയുടെ മുഖമൊന്ന് മങ്ങി. ഇയാളിപ്പോൾ എല്ലാം വിളമ്പാനാണ് ഇങ്ങോട്ട് വന്നത്. അയ്യോ! തന്നെ കണ്ടിട്ടും കണ്ട ഭാവം നടിക്കാതെ പോകുന്ന അശ്വിനരികിൽ ഓടിച്ചെന്ന് അവൾ ചോദിച്ചു, എന്താ? അത് തന്നോട് പറയേണ്ട ആവശ്യമില്ല. ആര് പറഞ്ഞു? ഡെൽമ ചേച്ചി പറഞ്ഞതാ ഇപ്പം ആരെയും അകത്തേക്ക് കയറ്റി വിടരുതെന്ന്. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. എനിക്ക് ചേച്ചി പറയുന്നതേ അനുസരിക്കാൻ പറ്റുള്ളൂ. സാറിപ്പോൾ പോയിട്ട് പിന്നെ വാ. അതെ, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ തൻ്റെ അനുവാദം വേണ്ട എന്നും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. സർ ഒന്ന് നിൽക്കൂന്നേ. സാറിനെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചേച്ചിക്ക് വയ്യ, അതുകൊണ്ടാ. വയ്യേ? എന്തു പറ്റി? എന്നാൽ എനിക്ക് ഉറപ്പായും കാണണം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും നടന്നു. സർ ഇത് ആ വയ്യായ്മൊന്നുമല്ല, മറ്റേതാ. സാർ പോയട്ടെ, സാറിൻ്റെ ആവശ്യമൊന്നും ഇവിടെയില്ല. മറ്റേതോ? അതെന്താ? ഓഹ്, ഈ സാറിനോട് ഞാൻ എങ്ങനെ പറയാം? അത് പറയാൻ ഞാനെന്തിനാ നാണിക്കുന്നത്? ഗർഭം എനിക്കൊന്നുമില്ലല്ലോ എന്നും മനസ്സിൽ കരുതി പറഞ്ഞു. സാറിൻ്റെ കൂട്ടുകാരി ഒരമ്മയാൻ പോവാണ്. അതുമല്ല, ചേച്ചി ഇപ്പോൾ കിടക്കുകയാണ്, കൂടെ ചേട്ടനുണ്ട്. അവർ ചിലപ്പോൾ റൊമാൻസിലായിരിക്കും. അതിനിടെ സാർ എന്തിനാ ചുമ്മാ കട്ടുറുമ്പാവണേ? സാറ് പൊക്കോളൂ, വന്ന കാര്യം ഞാൻ പറഞ്ഞോളാം. ജെനി പറയുന്നത് കേട്ടതും അത് ശരിയാണല്ലോ എന്ന് മനസ്സിൽ കരുതി അവൻ തിരിഞ്ഞു നടന്നതും രക്ഷപ്പെട്ടു എന്ന് മനസ്സിൽ കരുതി ജെനി ഒന്ന് തിരിഞ്ഞതേയുള്ളൂ. അന്നേരമാണ് ജെനി എന്ന് നീട്ടി വിളിച്ചു ഡെൽമ പുറത്തേക്ക് വരുന്നത്. അത് കേട്ടതും അശ്വിൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും ഡെൽമ, അശ്വിൻ നീയോ? എന്താടാ വന്നിട്ട് തിരിച്ചു പോണത്? ഡെൽമ അത് ചോദിച്ചതും മറുപടിയായി കടുപ്പിച്ചൊരു നോട്ടാണ് അശ്വിൻ ജെനിക്ക് കൊടുത്തത്. പിന്നെ അവൻ ഡെൽമയോട് എന്തൊക്കെയോ പറഞ്ഞ് അകത്ത് കയറി പോകുന്നതാണ് ജെനി കാണുന്നത്. ഒന്ന് ദീർഘമായി നിശ്വസിച്ചു ജെനി തൻ്റെ ജോലി തുടർന്നു. ചെടി നനച്ചു കഴിഞ്ഞ് അവൾ അകത്ത് കയറിയതും അശ്വിനും ഡെൽമയും എഡിയും ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. അവർക്കൊരു പുഞ്ചിരി നൽകി അവൾ അടുക്കളയിലോട്ട് പോവാൻ നേരാണ് അശ്വിൻ അവൾ കേൾക്കാൻ പാകത്തിൽ പറയുന്നത്, ഡെൽമ, നിനക്ക് അനിയത്തിമാരെ 2 അതോ 3? അത് കേട്ടതും ജെനിക്ക് മനസ്സിലായി അത് തനിക്കുള്ള ഡോസാണെന്ന്. ഡെൽമ വേണ്ട എന്ന പോലെ അവനെ നോക്കി കണ്ണുകൊണ്ട് കാണിച്ചു. പറടി, അശ്വിൻ വിടാൻ തയ്യാറല്ല. അശ്വിൻ നീ ചുമ്മാ ഇരിക്കടാ. എടി, നിന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞ് ചിലർ നല്ല പോലെ മുതലെടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. നീ തലയിൽ കയറ്റി വെച്ച് നടന്നോ? അവസാനം നിനക്ക് തന്നെ പാര പണിയും, നോക്കിക്കോ. അത് കേട്ടതും ജെനിയുടെ കണ്ണു നിറഞ്ഞു. നിറഞ്ഞ കണ്ണാലെ അവൾ ഡെൽമയും എഡിയും ഒന്ന് നോക്കി. സോറി ചേച്ചി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അവരൊക്കെ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞുപോയി ചേച്ചിയാണെന്ന്. അപ്പോൾ അവർ കരുതി സ്വന്തം ചേച്ചിയാണെന്ന്. ഞാൻ നാളെ എല്ലാവരോടും സത്യം പറഞ്ഞോളാം. അവൾ കരയുന്നത് കണ്ടപ്പോൾ അശ്വിന് ചെറിയ വിഷമം തോന്നി. ഒരു തമാശ, അത്രയും അവൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഡാ, നീ ഞങ്ങളുടെ കൊച്ചിനെ കരയിപ്പിച്ചല്ലോടാ. അവൾ അവളുടെ അനിയത്തിയാണെന്ന് പറഞ്ഞതിലേ ഒരു തെറ്റുമില്ല. അവളുടെ അനിയത്തിയാവുന്നതിന് വേണ്ട. ഈ നാളെ എല്ലാവരും ധൈര്യമായി പറഞ്ഞോടി എൻ്റെ സ്വന്തം അനിയത്തിയാണെന്ന് എന്നും പറഞ്ഞ് എട്ടി അവളുടെ കവളിലൊന്ന് തട്ടി. നിന്റെ സാറിനോട് പോവാൻ പറ. എഡ്ഡി അത് പറഞ്ഞതും ഡെൽമി അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഇനി തിരുത്താനൊന്നും പോകണ്ട. അനിയത്തിയാവാനേ ഒരമ്മയുടെ വയറ്റിൽ പിറക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ ഇന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇവൻ നിന്നെ വഴക്ക് പറഞ്ഞാലേ ഞങ്ങളോട് പറഞ്ഞാൽ മതി. അത് കേട്ടതും ജെനിയുടെ ചുണ്ടിലൊരു ചിരി തിരിഞ്ഞു. എന്നിട്ട് അശ്വിനെ നോക്കി മുഖം കൂട്ടി. നീ പോയി ഇവന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു വാ എന്ന് ഡെൽമ പറഞ്ഞതും ജെനി തലയെനിക്ക് അകത്ത് പോയി. നിങ്ങൾ സംസാരിക്കുക, എനിക്ക് പുറത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞ് എട്ടി അകത്ത് കയറിപ്പോയി. അന്നേരം ഡെൽമ എന്തോ ഉദ്ദേശത്തോടെ അശ്വിനോടായി പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാം, പോവല്ലേ. അത് കേട്ടതും അശ്വിൻ സമ്മതമെന്നോണം തലയനക്കി അവിടെ ഇരുന്നൊരു മാഗസീൻ മറിച്ചു നോക്കാൻ തുടങ്ങി. തനിക്ക് പിറകെ ഡെൽമയും വന്നതും എട്ടി ചോദിച്ചു, അശ്വിൻ പോയോന്ന്. ഇല്ല, അവൻ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നീ എന്താ പോകുന്നത്? ഇച്ചായ, അശ്വിനെ വെച്ചേ എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. ദേ വീണ്ടും 2 കൂടി എന്തെങ്കിലും വയ്യാവേലിയിൽ ചെന്ന് ചാടല്ലേ. ദേ വയറ്റിലൊരു കൊച്ചു കിടപ്പുണ്ട്, അത് ഓർമ്മ വേണം. അതൊന്നും അല്ലെന്ന്, നമ്മുടെ ജെനിയെ അശ്വിനെ കൊണ്ട് കെട്ടിച്ചാലോ? അത് ശരി, അതിനിടയിൽ മാരേജ് ബ്യൂറോയും തുടങ്ങിയാ? അല്ലെന്നേ, അശ്വിനെ ഈ ലൈഫിൽ മറ്റൊരു പെണ്ണില്ലെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുക. അത് കാണുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു നീറ്റൽ. നിങ്ങൾക്കറിയാലോ, അവൻ എനിക്ക് ഫ്രണ്ട് മാത്രമല്ലെന്ന്. ആതിരയും നിനക്ക് അങ്ങനെ ആയിരുന്നല്ലോ. അവളെ കുടിയിറക്കിയിട്ടാണ് അവിടെ വേറൊരാളെ കയറ്റാൻ പോണത്. അതൊക്കെ ശരിയാണ്, പക്ഷേ ഏകാന്ത ജീവിതം അവനെ ചിലത് ചെയ്യിപ്പിച്ചെന്ന് വരാം. അതുകൊണ്ട് എനിക്ക് അവൻ്റെ മനസ്സിൽ പ്രണയം നിറച്ചേ പറ്റൂ. അതിന് പറ്റിയ ആളാണ് ജെനി. അവൻ പൊതുവെ പെൺപിള്ളേരോട് സംസാരിക്കൽ, തമാശ പറയൽ ഇതൊക്കെ കുറവാ. പക്ഷെ ജെനിയോട് കാണിക്കുന്ന അടുപ്പം കണ്ടില്ലേ? അവളൊരു പാവപ്പെട്ട പെണ്ണായതുകൊണ്ടാണ് അവനൊരു സോഫ്റ്റ് കോർണർ ഉള്ളത്. അത് നമുക്കൊന്ന് പൊലിപ്പിച്ചെടുക്കണം. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇത് വല്ലതും നടക്കുമോ? അതൊക്കെ എനിക്ക് വിട്ടേക്ക്. പിന്നെ ഓട്ടോമാറ്റിക്കായി പ്രണയം വർക്കൗട്ട് ആയിക്കോളും. കൂടെ ഞാനും എന്നെ കൊണ്ടാവും പോലെ ചെയ്തോളാം. എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ. എനിക്ക് ഇമാതിരി കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്യും. പിന്നെ കൂട്ടുകാരന് കല്യാണം സെറ്റ് ചെയ്യുന്നതിനിടയിൽ എന്നെയും എൻ്റെ കൊച്ചിനെയും മറക്കാൻ പാടില്ല.
നെക്സ്റ്റ് വീക്കാണ് സ്കാൻ ചെയ്യാൻ പോകാൻ പറഞ്ഞിരിക്കുന്നത്, നല്ലോണം ശ്രദ്ധിക്കണം എന്നും പറഞ്ഞ് അവൻ അവളുടെ കവളിൽ ചുണ്ടമർത്തി. അശ്വിനുള്ള ജ്യൂസുമായി വന്നതാണ് ജെനി. ഡെൽമയും എഡിയും കാണാത്തതുകൊണ്ട് അവൾ നിന്ന് പരുങ്ങി. ഇങ്ങ് തന്നേക്ക്, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ അവന് നേരെ നീട്ടി. അവിടെ വെച്ചേക്ക്. ഞാനെന്താ തൻ്റെ വേലക്കാരിയാ? അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി അവൾ ജ്യൂസ് അവിടെയുള്ള ടീപ്പോയിൽ വെച്ച് തിരിഞ്ഞ് നടക്കാൻ നേരാണ് അവിടെയുള്ള വുഡൻ സെറ്റിയിൽ അവളുടെ ധാവണിയുടെ പാവാട കുടുങ്ങി അവൾ സ്ലിപ്പായി നേരെ അശ്വിൻ്റെ മേലേക്ക് വീഴുന്നത്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അവൾ കണ്ണിറുക്കി അടച്ചു. പെട്ടെന്നുള്ള പ്രവൃത്തി ആയതുകൊണ്ട് അശ്വിനും എന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞിരുന്നില്ല. ജെനി ഇപ്പോൾ അവൻ്റെ മടിയിൽ സുഖമായി ഇരിപ്പുണ്ട്. വീഴാതിരിക്കാൻ അവൻ അവൻ്റെ ഷർട്ടിൽ 2 കൈകൊണ്ട് മുറുക്കി പിടിച്ചിട്ടുമുണ്ട്. അവളുടെ മുഖം അവൻ്റെ തോളിൽ അമർന്നിട്ടുണ്ട്. അവനാണെങ്കിൽ അവൾ വീഴല്ലേ എന്ന് കരുതി എവിടെയാ പിടിച്ചതെന്ന് പോലും അവന് തന്നെ അറിയില്ലായിരുന്നു. അവൻ്റെ തോളിൽ നിന്ന് മുഖമെടുത്ത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇരുവരുടെയും കണ്ണുകൾ തമ്മിലുടക്കി. ഒരു നിമിഷം അറിയാതെ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി നിന്നു പോയി. ആ നിമിഷം ആതിരയാണെന്ന് അവന് തോന്നിപ്പോയി. മതിവരാതെ അവൻ ആ കണ്ണിലേക്ക് നോക്കിയിരുന്നു. നല്ല ഭംഗിയുള്ള കണ്ണുകൾ. ആതിരയുടെ കണ്ണിലേക്ക് നോക്കുന്ന അതേ ഫീലാണ് അവന് തോന്നിയത്. അവൾക്ക് ആതിരയുടെ അതേ ഗന്ധമാണെന്ന് അവനൊരു നിമിഷം തോന്നിപ്പോയി. ഒരു വേള അവനത് ആസ്വദിച്ചു പോയി. സർ, ആ കൈയെടുക്കൂ എന്നവൾ പറഞ്ഞപ്പോഴാണ് അവന് ബോധം വരുന്നത്. അവൻ്റെ കൈപ്പോഴുള്ളത് അവളുടെ നഗ്നമായ ഇടുപ്പിലാണ്. പെട്ടെന്ന് അവൻ കൈ കുടഞ്ഞെറിഞ്ഞ് അവളെ തറപ്പിച്ചു നോക്കി. താൻ ചെയ്തത് എന്താണെന്ന് ബോധ്യമായി അവനോട് തന്നെ ദേഷ്യം തോന്നി. എഴുന്നേറ്റ് പോയേ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അല്ലേലും ഞാനിവിടെ സ്ഥിരമായിട്ട് ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് അവളും എഴുന്നേറ്റു. ഇനിയിപ്പോൾ ഉദ്ദേശിച്ചാലും നടക്കില്ല, അതിനുവേണ്ടി മനക്കോട്ട കെട്ടാനും നിൽക്കണ്ട. അയ്യടാ, വലിയ വിജയ് തീവ്രെ കൊണ്ടാണല്ലോ. എന്നെപ്പോലുള്ള പെണ്ണിനെ കിട്ടാൻ സാർ പുണ്യം ചെയ്യണം. വേലക്കാരിയായിരുന്നാലും നീ എന്നെ മോഹവല്ലി എന്ന് പറയാനേ എനിക്കൊരു താല്പര്യവുമില്ല. ഇവരൊക്കെ തന്നെ തലയിൽ കയറ്റി വെച്ചാലും താനിവിടുത്തെ സെർവൻറ്റിൻ്റെ മോളാ, എനിക്ക് തന്നെ അങ്ങനെയേ കാണാൻ പറ്റൂ എന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റു. അതവൾക്ക് ശരിക്കും നെഞ്ചിൽ തറച്ചു. ഇതിനുള്ള മറുപടി എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടില്ല. ഡെൽമ ചേച്ചി ഓർത്തിട്ട. അവളും വിട്ടുകൊടുത്തില്ല. താൻ പറയാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി. കൊലപാതകി എന്നും കൊലപാതകി തന്നെയാണെന്നല്ലേ? ഞാൻ കൊന്നത് ഒരു ക്രിമിനലിനെയാ, അതുകൊണ്ട് എനിക്കത് ഒരു തെറ്റായി തോന്നിയിട്ടുമില്ല. ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നതിലുപരി ഇനി നമ്മൾ തമ്മിൽ ഇതുപോലുള്ള ഒരു സംസാരവും പാടില്ല, കേട്ടല്ലോ എന്നും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റു. 2 പേരുടെയും വഴക്ക് എട്ടിയും ഡെൽമയും കാണുകയും ചെയ്തു. ഡെൽമയോട് പോണു എന്നും പറഞ്ഞ് അശ്വിൻ പുറത്തിറങ്ങി. ബെസ്റ്റ്, ഇവരെയാ നീ ഒരുമിപ്പിക്കാൻ പോണത്? ആ നേരത്തെ വല്ല വാഴയും വെക്കാൻ നോക്ക്. പിന്നെ അവൻ ആ പറഞ്ഞതേ എനിക്ക് തീരെ ഇഷ്ടമായില്ല എന്നും പറഞ്ഞ് എൻ്റെ മുറിയിലേക്ക് തിരിഞ്ഞ് നടന്നു. ഡെൽമ അശ്വിനെ വിളിച്ച് പിറകെ പോയി. അശ്വിൻ ഒന്ന് നിൽക്ക്. എന്താടി? നീ എന്തിനാ അവളോട് അങ്ങനെ പറഞ്ഞത്? അവൾക്ക് വിഷമായി കാണില്ലേ? ഞങ്ങളാരും അവൾ അങ്ങനെ കണ്ടിട്ടില്ല. അതിന് ഞാനെന്ത് വേണം? നീ ഒന്നും വേണ്ടായേ. ഇനി ആ കാര്യം പറഞ്ഞേ നീ അവളെ വിഷമിപ്പിക്കരുത്. എനിക്കറിയാവുന്ന അശ്വിൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ. പെട്ടെന്ന് എന്തു പറ്റി? ഒന്നുമില്ല. പറയടോ. എടി, അവളുടെ ആ കണ്ണ് ഒരു നിമിഷം ഞാൻ ആദ്യമാണെന്ന് ഓർത്ത് ബാക്കി പറ. എനിക്കറിയില്ല, ആ കണ്ണ് കാണുമ്പോൾ എനിക്ക് ആദ്യയുടെ കണ്ണ് പോലെ തോന്നുക, അവൾ അടുത്ത് വരുന്നത് പോലെ. അതും പറഞ്ഞ് അവൻ ഒന്നും മിണ്ടാതെ നടന്നകന്നു. ഡെൽമക്ക് രാത്രി കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ ഇരുന്ന് ചിന്തിക്കുന്നത് കണ്ടിട്ടാണ് ഏട്ടി അവളെ ഇറക്കെ പുണരുന്നത്. എന്തു പറ്റി? വയ്യേ? എൻ്റെ ജൂനിയർ പണി തരാൻ തുടങ്ങിയോ? അതൊക്കെ തുടങ്ങി, പക്ഷേ ഇപ്പോൾ അതല്ല എൻ്റെ പ്രശ്നം. പിന്നെന്താ? അത് എൻ്റെ ഒരു സംശയം വെച്ചതിനെ എനിക്ക് ക്ലിയർ ചെയ്ത് തരണം. തരുമോ? കാര്യം പറ, എന്നിട്ടേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അതായത് ഉത്തമ, നമ്മുടെ ആതിരയുടെ ബോഡി കണ്ടെത്തിക്കഴിഞ്ഞ് ഫോറൻസിക് വിഭാഗം സ്ഥിരീകരിച്ച കാര്യമാണ് മരണം നടന്നിട്ട് വെറും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന്. അതുമല്ല, ആതിര ആഗ്രഹിച്ച കാര്യമാണ് നേത്രദാനം. മരിച്ച 6 മണിക്കൂറിനുള്ളിൽ കോർണിയ നീക്കം ചെയ്യണമെന്നാണല്ലോ. അതുകൊണ്ട് അവളുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ അവളുടെ കണ്ണ് അന്നേരം നേത്ര ബാങ്കിൽ എത്തിക്കാണും. അത് ആവശ്യാനുസരണം ആർക്കോ മാറ്റി വെച്ചിരിക്കുന്നു. അതാരാണെന്നേ ഇച്ചായാലും എനിക്ക് കണ്ടുപിടിച്ച് തരണം. അതെന്തിനാ ഇപ്പോൾ അതറിയുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ സമയത്ത് ഇതുപോലുള്ള ടെൻഷനൊന്നും പാടില്ല. അതൊക്കെ ഒന്ന് ഓർത്താൽ നല്ലത്. വേണമെന്ന് കൂട്ടിക്കോ. എടി, നേത്രദാനം ചെയ്താലേ ദാതാവിൻ്റെയും സ്വീകർത്താവിൻ്റെയും ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കിട്ടാൻ പാടാണ്. പോലീസായ നിങ്ങൾക്ക് അതൊക്കെ സിമ്പിളല്ലേ? അതുമല്ല, ഇത്രയും സ്മാർട്ട് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇച്ചായനത് പറ്റും. അല്ലെങ്കിൽ ബുദ്ധിയുടെ കാര്യത്തിൽ ഇച്ചായനെ വല്ല കേരള പോലീസിൽ ആരെങ്കിലും ഉണ്ടോ ഇച്ചായ? പറ. കുരുട്ടുബുദ്ധിയുടെ കാര്യത്തിൽ മാഡത്തിന് വല്ലാനും മറ്റാരും കാണില്ല. എങ്ങനെ സാധിക്കുന്നോടി ഇതൊക്കെ? എൻ്റെ കൊച്ചിനെ നിൻ്റെ സ്വഭാവം കിട്ടാതിരുന്നാൽ മതി. നിങ്ങളുടെ കൊച്ചോ? അയ്യടാ, ഇതെൻ്റെ കുഞ്ഞാ എന്നും പറഞ്ഞ് അവൾ വയറിനെ തഴുകി. പിന്നല്ലാതെ മോൾക്ക് ചുമ്മാങ്ങി കിട്ടിയതാ?
5 വർഷത്തെ അധ്വാനം മുഴുവനും ഒരു മാസം കൊണ്ട് എടുത്തിട്ടാണ് എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് എന്നും പറഞ്ഞ് അവൻ അവളുടെ വയറിൽ ചുണ്ട് ചേർത്തു. അത് വിട്, വിത്തിൻ 2 days ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ, ഓക്കെ? മാഡത്തിൻ്റെ ഓർഡർ പുറപ്പെടുവിക്കലേ അങ്ങ് കളക്ടർ ഓഫീസിൽ മതി, എന്നോട് വേണ്ട എന്നും പറഞ്ഞ് അവളെ നെഞ്ചോട് ചേർത്തി പിടിച്ചു. അന്ന് ഉറങ്ങാൻ നേരം അശ്വിന് മുന്നിൽ നിറഞ്ഞു നിന്നത് ജെനിയുടെ കണ്ണുകളായിരുന്നു. അവൾ തന്നോട് അടുക്കുമ്പോൾ എന്തോ പേടി പോലെ. ആ സമയം ചുറ്റുമുള്ളതെല്ലാം താൻ വിസ്മരിച്ചു പോകുന്നു. ആ കണ്ണുകൾക്ക് തന്നോട് എന്തോ പറയാനുള്ളത് പോലെ. ഒരു നിമിഷം ആദ്യം മറന്നുപോയ എന്നൊരു തോന്നലാണ് അവളോട് അങ്ങനെയൊക്കെയും പറഞ്ഞത്. അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാണത്. അന്നേരം ആ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ. ദിവസങ്ങൾ കൊണ്ട് മറ്റാരോടും തോന്നാത്ത ഒരടുപ്പം അവളോട് തോന്നി. അതിന് കാരണം ഇപ്പോഴും അവ്യക്തമാണ്. ചിന്തകൾ കാട് കയറി തുടങ്ങി. ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോൾ അവൻ മനഃപൂർവ്വം ചിന്തകളെ വേണ്ടെന്ന് വെച്ച് ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. ഡെൽമ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതും ഡെൽമയുടെ വീട്ടുകാരും എട്ടിയുടെ വീട്ടുകാരും എല്ലാവരും ഒരുമിച്ചാണ് ഡെൽമയെ കാണാനെത്തിയത്. അന്നേരം ഡെൽമയും എല്ലാവരോടുള്ള പിണക്കം മറന്ന് നാട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. പക്ഷെ ഇപ്പോൾ ലീവ് എടുക്കാൻ 2 പേർക്കും പറ്റില്ല. മെറ്റേണിറ്റി ലീവ് കിട്ടുമ്പോൾ വരാമെന്ന് പറഞ്ഞത് എല്ലാവർക്കും സന്തോഷമായി. പൊന്നും അന്നയും ഏറെ നാളുകൾക്ക് ശേഷം ഡെൽമയെ കണ്ടതുകൊണ്ട് അവൾ വിടാതെ പിറകെ കൂടിയിട്ടുണ്ട്. ജനിയുടെ അമ്മച്ചി ജാൻസി എല്ലാവർക്കും നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് റെഡിയാക്കിയിരുന്നത്. ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നതിനിടയിലാണ് ഡെയിൻ ജെനിയെ ശ്രദ്ധിക്കുന്നത്. അവൻ അവളെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടായിരുന്നു. കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഡെയിനിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് ജെനി അവനെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ അവൾക്ക് അന്നേരം അവനെ ഓർമ്മയില്ലായിരുന്നു. പക്ഷെ ഡെയിനിന് അവളെ നല്ല പരിചയം തോന്നി. കുട്ടി എൻ്റെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടോ? ഡെയിൻ വീണ്ടും അവളെ നോക്കി ചോദിച്ചു. ജെനിയോടുള്ള അവൻ്റെ ചോദ്യം കേട്ടതും ഡെൽമയും ബാക്കി എല്ലാവരും അവളുടെ മറുപടിക്കായി കാതോർത്തിരിപ്പാണ്. എനിക്ക് നിങ്ങളെ ഓർമ്മയില്ല, നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ്? അവൾ മറുപടി പറഞ്ഞു. ഞാനൊരു ഐ സ്പെഷ്യലിസ്റ്റാണ്. ഐ തിങ്ക് കുട്ടിയുടെ കണ്ണിൻ്റെ സർജറി ചെയ്തതേ ഞാനാണെന്ന് തോന്നുന്നു. ഏകദേശം 6 വർഷങ്ങൾക്ക് മുൻപ്. ശരിയാ, എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ആവുന്ന സമയത്ത് നടന്നിരുന്നു. പക്ഷേ എനിക്ക് ഡോക്ടറുടെ മുഖം ഓർമ്മ വരുന്നില്ല. അന്ന് ഞാൻ 9ലാണ് പഠിക്കുന്നത്. യെസ്, അത് തന്നെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തോ കെമിക്കൽ കണ്ണിൽ ചെന്നിട്ടാണ് കുട്ടിയുടെ കാഴ്ചശക്തി അന്ന് നഷ്ടപ്പെട്ടത്. എന്നെയാണ് അന്ന് കൺസൾട്ട് ചെയ്തത്. ഇതൊക്കെ ഒരു ഞെട്ടലോടെയാണ് ഡെൽമ കേട്ടു നിന്നത്. അവളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതോ മാറ്റിവെച്ചതോ ഒന്നും ഡെൽമക്ക് അറിയില്ലായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ജെനിയുടെ അമ്മച്ചോട് ഡെൽമ കാര്യങ്ങളൊക്കെയും തിരക്കി. അവരും അത് സമ്മതിച്ചു. പക്ഷെ അവർക്കും അറിയില്ലായിരുന്നു ആരാണ് അവൾക്ക് കണ്ണ് കൊടുത്തതെന്ന്. എല്ലാം കേട്ടതും അശ്വിൻ അന്ന് പറഞ്ഞതും ഒക്കെയും കൂടി വായിച്ചതും ഡെൽമയുടെ ഉള്ളിൽ ചില സംശയങ്ങൾ നിറഞ്ഞു. അതിനിടയിൽ എട്ടി വിളിച്ചു പറഞ്ഞു, ഇന്ന് നിനക്ക് 2 സർപ്രൈസും കൊണ്ടാണ് വരുന്നതെന്ന്. പക്ഷെ അതൊന്നും അവളുടെ മനസ്സിലില്ലായിരുന്നു. ജെനിക്ക് കണ്ണ് ദാനം ചെയ്തത് ആരാണെന്ന് എത്രയും പെട്ടെന്ന് തനിക്ക് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ എട്ടിയുടെ വരവും കാത്തിരിപ്പാണ് ഡെൽമ. അന്ന് കിടക്കാൻ നേരാണ് എട്ടി സർപ്രൈസ് എന്താണെന്ന് വെളിപ്പെടുത്തുന്നത്. ഒന്ന് പെട്ടെന്ന് പറ ഇച്ചായ, ഇത് കേട്ടിട്ട് വേണം ഇച്ചായ ഞെട്ടുന്ന ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് പറയാൻ. അതെന്ത് കാര്യാടി? പറയ ഇച്ചായ, ആദ്യം ഇച്ചായ പറ. ശരി, എന്നാൽ കേട്ടോളൂ. നമ്പർ 1, ഇനി എൻ്റെ പെണ്ണിനെ ആരെയും പേടിക്കാണ്ട് സ്വസ്ഥമായി എവിടെയും പോവാം. നിന്നെ കൊല്ലോ എന്ന് ഭീഷണിപ്പെടുത്തി നടന്നവനെ അങ്ങ് പൊക്കി. ആള് മറ്റാരുമല്ല, നിന്റെ പഴയ ശത്രു റോണി തന്നെയാണ്. ആള് ജയിലിൽ നിന്ന് വന്നതും നിന്നോട് പ്രതികാരം ചെയ്യാനാണ്. അന്നേരമാണ് നീ IAS ട്രെയിനിങ്ങിന് വേണ്ടി അങ്ങ് മുസോറിയിലേക്ക് പറക്കുന്നത്. പിന്നെ നിന്റെ വരവിനെ കാത്തിരുന്നു. അപ്പോഴാണ് നീ ഇങ്ങോട്ട് വരുന്നത്. നിന്നെ അവന് കണ്ടെത്തിയതും നേരെ അവൻ ഇങ്ങോട്ട് പോന്നു. പലതരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഇന്ന് രാവിലെ സംശയാസ്പദമായി ആളെ കണ്ടതും ഞങ്ങൾ ഫോളോ ചെയ്ത് അറസ്റ്റ് ചെയ്തു. ഒന്നുമില്ലേലും ആളോട് എനിക്ക് ചെറിയ നന്ദിയുണ്ട്. നിനക്ക് എന്നോട് പ്രണയം തോന്നുന്നതും വീണ്ടും നമ്മൾ പിണക്കം മാറി ഒന്നിച്ചതും ആള് കാരണമാണ്. ഇനി 2ാമത്തെ സർപ്രൈസ് ഇതാണ്. നീ പറഞ്ഞ നേത്രദാനത്തിൻ്റെ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞ് അവൾക്ക് നേരെ കുറച്ച് പൈസ നീട്ടി. ദാതാവ് ആതിര, സ്വീകർത്താവ് ജെനിഫർ, ഡോട്ടർ ഓഫ് ശങ്കർ ആൻഡ് ജാൻസി ശങ്കർ. നമ്മുടെ ജെനിക്കാടി അവളുടെ കണ്ണ് മാറ്റിവെച്ചത്. അവളുടെ അച്ഛൻ ഹിന്ദു ആയിരുന്നു. ലവ് മാരേജ്. പെട്ടെന്ന് എന്തോ അസുഖം വന്നാണ് ആള് മരിച്ചത്. ജാൻസി ചേച്ചി ഒരു ഓർഫനും. ഇത് കേട്ടതും ഡെൽമയുടെ കണ്ണി നിറഞ്ഞു. അവൾ എട്ടി ഇറക്കി പുണർന്നു. കവളിൽ അമർത്തി മുത്തി. ഇച്ചായ, ഇതിൻ്റെ പകുതി ഡെനിച്ചായം വഴി ഞാൻ അറിഞ്ഞിരുന്നു. അത് പറയാനാണ് ഞാൻ കാത്തിരുന്നത്. ഡെനിച്ചായനാണ് ജെനിയുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തത്. ഇന്ന് നടന്ന സംഭവങ്ങൾ ഡെൽമ എട്ടിയോട് പറഞ്ഞു. പിറ്റേന്ന് നേരം പുലരാനായി ഡെൽമ അക്ഷമയോടെ കാത്തിരുന്നു. അറിഞ്ഞ കാര്യങ്ങളൊക്കെ അശ്വിനോട് വെളിപ്പെടുത്തുമ്പോൾ ഡെൽമയുടെ ഉള്ളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇതറിഞ്ഞാലെങ്കിലും അവൻ ജെനിയെ സ്നേഹിക്കല്ലോ എന്നോർത്ത്. പക്ഷേ അവന് പ്രണയം അവളുടെ കണ്ണുകളോട് മാത്രമായിരുന്നു. ക്ലാസ് എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെയും അശ്വിൻ്റെ നോട്ടം മുഴുവനും അവളുടെ കണ്ണുകളിൽ മാത്രമായിരുന്നു. ജെനിക്ക് അവൻ്റെ ആ നോട്ടം കാണുമ്പോൾ അവനോടുള്ള ദേഷ്യം കൂടിക്കൂടി വന്നതേയുള്ളൂ. ഡെൽമ പറഞ്ഞ സത്യങ്ങളൊക്കെയും അറിയാമെങ്കിലും ഏതു നേരവും പരിസരം മറന്ന് തന്നെ നോക്കുന്ന അവനെ കാണുമ്പോൾ അവളിൽ അത് അസ്വസ്ഥത നിറച്ചു. അവൾ അവനിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടന്നു.
ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ജെനിയുടെ മുന്നിലേക്ക് അശ്വിൻ വന്നതും അവൾ അവനെ ശ്രദ്ധിക്കാതെ പോവാനൊരുങ്ങി. അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി വണ്ടിയിൽ കയറാൻ പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കുന്നത് കണ്ടതും അവൾ പിടിപിടിപ്പിക്കാൻ നോക്കി. പക്ഷെ അവന് വിടാനുള്ള ഉദ്ദേശമില്ലായിരുന്നു. സാർ എന്തായി കാണിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിക്കുന്നു. വീട് സാറേ, എനിക്ക് തന്നോട് സംസാരിക്കണം. വന്ന് വണ്ടിയിൽ കയറി. ഇല്ല, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ഇല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ എല്ലാവരും പലതും പറഞ്ഞു തുടങ്ങി. അവർക്കൊന്നും അറിയില്ലല്ലോ സാറും മാധുര്യവും തമ്മിലുള്ള പ്രണയവും. ആ കണ്ണാണ് എനിക്ക് മാറ്റിവെച്ചത് എന്നറിഞ്ഞപ്പോൾ തൊട്ട് സാറിൻ്റെ പ്രണയം എൻ്റെ കണ്ണിനോടാണെന്ന്. അതെ, എനിക്ക് ഈ കണ്ണിനോട് പ്രണയമാണ്. ഇത് എൻ്റെ ആതിരയുടെ കണ്ണാണ്. അതുകൊണ്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ ഈ കണ്ണ് കണ്ടുകൊണ്ടിരിക്കണം. പറ്റില്ല. പറ്റണം. ഇവിടെ നിന്ന് കൂടുതൽ സീനുണ്ടാക്കാതെ പോയി വണ്ടി കയറി. അന്നേരം അവൻ പറയുന്നത് അനുസരിക്കാനേ അവൾക്ക് നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറി ഇരുന്നതും തൊട്ടടുത്ത നിമിഷം അവളെയും കൊണ്ട് ആ വണ്ടി അവിടെ നിന്ന് ചീറി പാഞ്ഞു. യാത്രയിലുടനീളം അവൻ്റെ നോട്ടം മുഴുവനും അവളുടെ മേലെയായിരുന്നു. അവളാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. വണ്ടി ഒരു കായൽക്കരയിൽ നിർത്തിയതും അവൾ അവനെ സംശയത്തോട് നോക്കി. ഇറങ്ങ്. അവൻ്റെ സ്വരം നേരത്തതിനേക്കാളും നേർത്തിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി അവന് മുഖം കൊടുക്കാതെ നിന്നു. ജെനി. അവൻ്റെ വിളി അന്നേരം ആർദ്രമായിരുന്നു. ഓ, എൻ്റെ പേരൊക്കെ അറിയാലേ. ഞാൻ കരുതിയേ ഇനിയിപ്പോൾ ഞാൻ പേര് മാറ്റേണ്ടി വരുമെന്ന്. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ എപ്പോഴും എൻ്റെ പിറകെ ഇങ്ങനെ വരുന്നത്? അവൻ അഭിമുഖമായി നിന്നു. എല്ലാം ഭയമില്ലാതെ അവൾ ചോദിച്ചു. എൻ്റെ ആതിര നിൻ്റെ കണ്ണുകളിലൂടെ എന്നും ജീവിക്കുന്നു. അതിനിപ്പോൾ ഞാനെന്ത് വേണം? എനിക്ക് നിന്നെ വേണം. എന്തിനാ കൊണ്ടുപോയി അച്ചാറിട്ടാണ് നിന്ന് കുഞ്ഞിക്കൂനം കളിക്കാതെ സാറ് പോവാൻ നോക്ക്. അല്ല, ഈ കണ്ണുകളിലേക്ക് എനിക്കിങ്ങനെ നോക്കിയിരിക്കണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ പ്രണയം എൻ്റെ കണ്ണുകളോട് മാത്രമാണ്. കണ്ണും കണ്ട് നോക്കിയിരുന്നാലേ ജീവിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്കെന്നെ ഒരിക്കലും സ്നേഹിക്കാനും പറ്റില്ല. ആ നെഞ്ചിലേ ആതിര മാത്രമേ ഉള്ളൂ. അവളുടെ കണ്ണാണ് എനിക്ക് മാറ്റിവെച്ചതെന്നറിഞ്ഞപ്പോൾ തൊട്ട് തോന്നുന്ന ഒരു തരം ഭ്രാന്ത്. അതിന് കൂട്ടി നിൽക്കാനേ എന്നെ കിട്ടില്ല. ഞാനേ അടുക്കളക്കാരിയുടെ മോളാ, അത് നിങ്ങൾ മറക്കണ്ട. ജെനി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ശരിയാണ്, എനിക്കിപ്പോൾ ഈ കണ്ണുകളോടാണ് പ്രണയം. വൈകാതെ ഞാൻ നിന്നെ സ്നേഹിച്ചോളാം. എൻ്റെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. എന്ത് മാനസികാവസ്ഥ? ലോകത്ത് എത്രയോ പേരുടെ കണ്ണുകൾ സ്വീകരിക്കുന്നു. എന്നിട്ട് എല്ലാവരും ഇതുപോലെ അവരുടെ പിറകെ പോകുന്നുണ്ടോ? ഇയാളുടെ ഒരു ദിവ്യ പ്രേമവും ആതിരയും ഒരു കണ്ണും അത് കറക്റ്റായിട്ട് എനിക്ക് തന്നെ കിട്ടുകയും ചെയ്തു. ഞാൻ പോവുക എന്നും പറഞ്ഞ് അവൾ നടക്കാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കൈ കയറി പിടിച്ചു. അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. സാർ എന്തായി കാണിക്കുന്നത്? വിടാൻ. അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ നോട്ടം ആദ്യം അവളുടെ കണ്ണുകളിൽ മാത്രമായിരുന്നെങ്കിൽ വൈകാതെ അവളുടെ മുഖമാക്കി ഓടി നടന്നു. ജെനി, ഐ ലവ് യു. അന്നേരം അവൻ്റെ സ്വരം അത്രയും ആർദ്രമായിരുന്നു. ജെനി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അശ്വിൻ അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു. അവളുടെ കൈകൾ അവൻ്റെ പുറം ഭാഗത്ത് ശക്തമായി അമർന്നു. അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അവൻ അവളിൽ നിന്ന് അകന്നു മാറി. അവളുടെ കണ്ണിലേക്ക് നോക്കിയതും കണ്ണിൽ ചുവപ്പ് രാശി പടർന്നിരുന്നു. അവനെ കടുപ്പിച്ചെന്ന് നോക്കി മറ്റൊന്നും ചിന്തിക്കാതെ അവനെ പിടിച്ചൊരു തള്ളലായിരുന്നു. പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അവൻ നേരെ ചെന്ന് വീണത് വെള്ളത്തിലേക്കും. അവൻ വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടതും അവൾക്ക് ചിരി വന്നു. അവൾ ചിരിക്കുന്നത് കണ്ടതും അവൻ അവൾക്ക് നേരെ കൈ നീട്ടി. ആഹാ, എന്നിട്ട് വേണം എന്നെയും കൂടി വെള്ളത്തിലേക്ക് തള്ളിയിടാൻ. സ്വന്തമായിട്ട് അങ്ങ് കയറി വന്നാൽ മതി എന്നും പറഞ്ഞ് അവൾ നടക്കാൻ തുടങ്ങി. ഹലോ, ഒന്ന് നിന്നേ. മറുപടി പറഞ്ഞില്ലല്ലോ. പറയാനേ സൗകര്യമില്ല. താൻ കുറച്ച് നാളെ എൻ്റെ പിറകെ നടക്ക്. എന്നിട്ട് ഞാൻ ആലോചിക്കും തന്നെ വേണോ വേണ്ടയോ എന്ന്. അവൾ വീണ്ടും നടക്കാൻ തുടങ്ങി. അതെ, ഒന്ന് നിന്നേ. തൻ്റെ കണ്ണിനേക്കാളും ഭംഗിയേ തൻ്റെ ചുണ്ടിന് തന്നെയാ. മധുരവും. അത് കേട്ടതും അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. ജെനി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി എന്നേ ഇപ്പോൾ പറയാനേ എനിക്കൊരു മടിയുമില്ല എന്നവൻ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കാതെ നടന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ബെഡിൽ 4 വയസ്സ് പ്രായമായ 2 കുഞ്ഞുങ്ങളും കൂടി പില്ലോ ഫൈറ്റ് നടത്തുകയാണ്. കൂടെ അവരുടെ പപ്പയുണ്ട് കേട്ടോ. 2 പേരും കൂടി പപ്പയുടെ നെഞ്ചത്ത് കയറി ഇരുന്നാണ് അഭ്യാസം നടത്തുന്നത്. ഇതാണ് എഡിയുടെയും ഡെൽമയുടെയും പൊന്നോമനകൾ എവിൻ, ഡെല്ല. ട്വിൻസാണ്. പേര് പപ്പയ്ക്കും അമ്മയ്ക്കും മാച്ചാക്കിയിട്ടതാണേലും 2 പേരും പപ്പയുടെ പൊന്നോമനകളാണ്. അതുപോലെ 2 പേർക്കും വലുതായി കഴിഞ്ഞാൽ IPS ഓഫീസറായ മതി, IAS വേണ്ട എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ 2 പേരെയും കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഡെൽമ മുഖം വീർപ്പിക്കും. എടാ മക്കളെ, നിങ്ങൾക്ക് ഇനിയും പപ്പയെ ജീവനോട് വേണ്ടേ? എഡിയുടെ ചോദ്യം കേട്ടതോടെ 2 പേരും അടി നിർത്തി അവൻ്റെ മേലേന്ന് ചാടി ഇറങ്ങി ഇരുവശത്തായി കിടന്നു. വേണമല്ലോ, മറുപടി പറഞ്ഞത് ഡെല്ലിയാണ്. എങ്കിലേ പപ്പയുടെ പ്രിൻസും പ്രിൻസസും കൂടി എൻ്റെ നെഞ്ച് കളക്കിയാൽ എങ്ങനെയാ? അയ്യോ സോറി പപ്പ. അല്ല, നിങ്ങളുടെ മമ്മി എവിടെ? മമ്മി അവിടെ ഇരുന്ന് വായിക്കുക. ഈ മമ്മിക്ക് ഏത് നേരം ഇതന്നെയാ പണി. വായിക്കുന്നത് നല്ലതല്ലേ വാവേ? വായിക്കാൻ പപ്പയ്ക്ക് ഇഷ്ടമാണല്ലോ. അതുകൊണ്ടേ നമുക്കും വായനാശീലം വളർത്തിയെടുക്കണം.
ഇപ്പോൾ അതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. മമ്മി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, മമ്മി ഞങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണാൻ പോയ കുഞ്ഞാവയില്ലേ, അശ്വിൻ അങ്കിളിൻ്റെയും ജെനി ആൻറ്റിയുടെയും അതുപോലുള്ള കുഞ്ഞാവയെ ഞങ്ങൾക്കും വേണമെന്ന്. എന്താ പറയില്ലേ? പറയും പറയും, രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. പപ്പ അങ്ങനെ പറഞ്ഞാൽ കുഞ്ഞാവയെ കിട്ടോ? മക്കളുടെ ചോദ്യം കേട്ടതും അവന് ചിരി വന്നു പോയി. പിന്നെ കിട്ടൂലോ. എന്നാ മമ്മിയോട് ചോദിക്കണ്ട, പപ്പ കൊണ്ടുവന്നാൽ മതി കുഞ്ഞാവേ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്ന കാര്യമാണല്ലേ, ഞാനിവിടെ സ്വന്തമായി നഴ്സറി തുടങ്ങിയേനെ. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഡെൽമ മുറിയിലേക്ക് വന്നത്. അവളെല്ലാം കേട്ടു എന്ന് മനസ്സിലായതും എട്ടി അവളെ നോക്കി നല്ല പോലെ ചിരിച്ച് കാണിച്ചു. മമ്മി മമ്മി ഞങ്ങൾക്ക് വേണം കുഞ്ഞാവ. പപ്പ പറഞ്ഞല്ലോ മമ്മിയോട് പറഞ്ഞാൽ കിട്ടൂന്ന്. പിന്നെ കിട്ടും കിട്ടും, ഇപ്പം കിട്ടും, നോക്കിയിരുന്നു. അത് പറയുമ്പോൾ അവളുടെ നോട്ടം എട്ടിയിലായിരുന്നു. മക്കൾ കിടന്നുറങ്ങിക്കോട്ടോ, നമുക്ക് വാവയെ സമയമാകുമ്പോൾ കൊണ്ടുവരാം എന്നും പറഞ്ഞ് രണ്ടുപേരുടെയും കവിളിൽ ചുണ്ടമർത്തി എഡിയുടെ അരികിൽ വന്നു. ഡോ, ആദ്യം രണ്ടിനെ ഉറക്കാൻ നോക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം കുഞ്ഞാവ വേണോ വേണ്ടിയോ എന്ന്. അതും പറഞ്ഞ് അവൾ അവനൊരു ചിരി സമ്മാനിച്ചു വാഷ്റൂമിലേക്ക് കയറിപ്പോയി. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയതും അവൾ കാണുന്നത് എഡിയുടെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന അവൻ്റെ പൊന്നോമനകളെയാണ്. അവരെ ഒന്ന് നോക്കി അവൾ ബാൽക്കണി ഡോറിൻ്റെ അരികിലേക്ക് നടന്നു. ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയിലേക്ക് കൈനീട്ടി പിടിച്ച് അവൾ കഴിഞ്ഞു പോയ തൻ്റെ ജീവിതമൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. എഡിയെ ആദ്യമായി കണ്ടതും തമ്മിൽ വഴക്ക് കൂടിയതും യാദൃശ്ചികമായി നടന്ന പെണ്ണ് കാണലും വിവാഹവും പിന്നീടായ ഇണക്കവും പിണക്കവും വേർപിരിയലും IAS ജീവിതവും എല്ലാം അന്നേരം മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി. ഇടുപ്പിൽ എഡിയുടെ കയമർന്നതും അവൾ തിരിഞ്ഞു നോക്കാതെ അവനോട് കുറച്ചുകൂടി ചേർന്ന് നിന്നു. ഇച്ചായ, എത്ര പെട്ടെന്നാലേ വർഷങ്ങൾ കടന്നുപോയത്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ ആ പഴയ റൊമാൻറ്റിക് ഹീറോ തന്നെ. കുട്ടികൾ വളർന്നു വരുവാണ്. കാലം എത്ര കഴിഞ്ഞാലും നിന്നോടുള്ള എൻ്റെ പ്രണയത്തിന് ഒരു അവസാനമില്ല. ഈ മഴയോട് എനിക്കൊന്നും വല്ലാത്തൊരു പ്രണയമായിരുന്നു. അതുപോലെ നിന്നോടും എനിക്കൊന്നും പ്രണയമാണ് എൻ്റെ മഴപ്പെണ്ണെ. ഇന്നത്തെ നമ്മുടെ പ്രണയത്തിൻ്റെ തുടക്കം മഴയിൽ നിന്ന് തന്നെ തുടങ്ങാല്ലേ എന്നും പറഞ്ഞ് അവളെയും കോരിയെടുത്ത് മഴയിലേക്ക് നടന്നു. എഡിയുടെയും ഡെൽമയുടെയും പ്രണയം ഇവിടെ അവസാനിക്കുന്നില്ല. അവർ ഇനിയും പ്രണയിക്കട്ടെ, ജീവിതാവസാനം വരെ പ്രണയിക്കട്ടെ.